ഒരാളെ എടുത്തു പറയാം. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ഞാൻ വായിച്ചത്, ബിന്ദു അമ്മണിയുടെ പോസ്റ്റ് ആണ്. അവര് പറയുന്നത് ഈ പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ദിയ തന്നെയാണെന്നാണ്. ഏകദേശം 3 ദിവസം മുൻപ് ഇവര് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു സംഭവമാണിത്. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ദിയ കാരണമാണെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഈ പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക് പൈസ വാങ്ങിച്ചിരുന്നു എന്നത് തെളിഞ്ഞിട്ടുണ്ട്. എങ്ങനെ തെളിഞ്ഞു എന്ന് ചോദിച്ചാൽ അതിനെ പറ്റിയിട്ട് പുള്ളിക്കാരിക്ക് ഒന്നും പറയാനില്ല. എന്നാൽ ന്യൂസ് കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം, ഒരു മാങ്ങാത്തൊലിയും ഇവിടെ തെളിഞ്ഞിട്ടില്ല. മറിച്ച് ദിയ ഒരിക്കൽ പോലും പേയ്മെന്റ് ഇവരുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിച്ചിട്ടില്ല എന്നതാണ് തെളിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പെൺകുട്ടികൾ ആ പൈസ ഇങ്ങനെ ബൾക്കായിട്ട് ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അങ്ങ് ATM നിന്ന് വിഡ്രോ ചെയ്ത് കൊണ്ടുവന്ന് ദിയയ്ക്ക് കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് പബ്ലിക്ലി പറയുന്നത്. ഈ ബിന്ദു അമ്മണി പോസ്റ്റിൽ പറയുന്നത് അത് തന്നെയാണ്, ദിയക്ക് കൊടുക്കുമായിരുന്നല്ലോ. അതും തെളിഞ്ഞിട്ടുണ്ട്. അതും തെളിഞ്ഞിട്ടില്ല. കാരണം ഈ 66 ലക്ഷം രൂപ ഇവർ ATM വഴി പിൻവലിച്ചിട്ടേയില്ല ഈ കാലം മുഴുവൻ. ഒരിക്കൽ പോലും ATM ഇടപാട് നടത്താതെ ഓൺലൈൻ ഇടപാട് മാത്രം ചെയ്ത ഈ പെൺകുട്ടികളാണ് ഡെയിലി പൈസ പിൻവലിച്ച് ദിയയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുമെന്ന് പച്ച നുണ പറഞ്ഞത്. അത് നുണയാണെന്ന് ഇപ്പോ തെളിഞ്ഞിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞ് ബിന്ദു അമ്മണി അത് മാറ്റി പറയാൻ തയ്യാറാണോ? അല്ല.